നമസ്കാരം. പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകരെയും ക്ഷണിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം നമ്മുടെ രാജ്യത്തെ ഓപ്പോസിഷൻ ലീഡർ, അതായത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഒരു വാർത്താ സമ്മേളനം ഡൽഹിയിൽ കഴിഞ്ഞ ദിവസം നടത്തുകയുണ്ടായി. അതിൽ നമ്മുടെ രാജ്യത്തെ ഒരു പ്രമുഖ വ്യക്തിയെ നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ കശാപ്പുകാരനാണ് എന്ന് വിശേഷിപ്പിച്ചു. പക്ഷേ അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം എല്ലാ പ്രാവശ്യവും പറയുന്ന പോലെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാര്യം പരാമർശിച്ചിട്ടില്ല, അമിത്ഷായെ ഒന്നും പറഞ്ഞിട്ടില്ല, അതുപോലെ തന്നെ മറ്റുള്ള ഭരണപക്ഷത്തിരിക്കുന്ന ആരെയും കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ജനാധിപത്യത്തിന്റെ കശാപ്പുകാരൻ ആരാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അങ്ങനെ വിളിച്ചത് ആരായിരിക്കണം? അപ്പോൾ നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ പ്രാവശ്യം രാഹുൽ ഗാന്ധി ഒരു പത്രസമ്മേളനം നടത്തി. ആ പത്രസമ്മേളനത്തിൽ BJPക്ക് നല്ലൊരു അടിയേറ്റിട്ടുണ്ട്. അതിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗങ്ങളുമായി ഇപ്പോഴും തുടരുന്നതേ ഉള്ളൂ സർക്കാർ. അന്ന് കുറ്റപ്പെടുത്തിയതും നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തന്നെയായിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പാർട്ടിയുടെ കൂടെ നിന്നുകൊണ്ട് കാണിച്ച വൃത്തികേടുകളെ കുറിച്ചാണ് രാഹുൽ ഗാന്ധി അന്ന് തെളിവ് സഹിതം പറഞ്ഞത്. അതെല്ലാവരും കേട്ടുകാണും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അതിനെക്കുറിച്ചും വിശദമായി പറഞ്ഞിരുന്നു. നമ്മൾ അല്ലാതെ വാർത്താ ചാനലുകളിലൂടെയൊക്കെ കേട്ടതുമാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം സംഭവിച്ചത് അതിനേക്കാൾ അല്പം കൂടി വീര്യം കൂടിയ ഒരു ഹൈഡ്രജൻ ബോംബ് എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഹൈഡ്രജൻ ബോംബ് തയ്യാറാവുന്നതേ ഉള്ളൂ. അണിയറയിൽ ഹൈഡ്രജൻ ബോംബിന്റെ മുന്നോടിയായുള്ള പ്രൈമർ കോട്ടിംഗ് ഉണ്ടല്ലോ, അതായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത്. അതെന്തായിരുന്നു നമുക്കൊന്ന് പരിശോധിക്കണം തീർച്ചയായും. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ആരായിരുന്നു നമ്മുടെ ജനാധിപത്യത്തിന്റെ കശാപ്പുകാരൻ എന്നും കൂടി നമുക്കറിയണം. അപ്പോൾ ഇന്ത്യൻ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്നവർക്കൊപ്പമാണ് ഇന്ത്യനിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ത്യൻ ജനാധിപത്യത്തെ ഒറ്റുകൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാര് പറഞ്ഞതായിരിക്കുമെന്ന് അറിയാമല്ലോ. നമ്മുടെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ആണ് ഇത്ര ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല കേട്ടോ, ഇതിനൊക്കെ ഈ ആരോപണത്തിനെല്ലാം ശക്തമായ 101% ശരിയായ ഡിജിറ്റൽ രേഖകൾ തന്റെ കൈവശം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തുടങ്ങിയത്. കഴിഞ്ഞ മാസമായിരുന്നല്ലോ വോട്ട് ചോരി അല്ലെങ്കിൽ വോട്ട് കൊള്ള എന്നൊരു ആരോപണം രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഉന്നയിച്ചതും അതിനെതിരെ റാലി നടത്തിയതും ഒക്കെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഇല്ലെങ്കിൽ ഒന്നുകൂടി കാണുക. ശരി, അതറിയാത്തവർക്ക് വേണ്ടി ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് പറയാം. അത് മഹാദേവപുര എന്ന് പറയുന്ന ഒരു അസംബ്ലി മണ്ഡലവുമായി ബന്ധപ്പെട്ടാണ്. അവിടുത്തെ ഒരു തെരഞ്ഞെടുപ്പ് അട്ടിമറിയെ കുറിച്ചാണ് രാഹുൽ ഗാന്ധി വിശദീകരിച്ചത്. ബാംഗ്ലൂർ സെൻട്രലിന്റെ ഒരു മണ്ഡലമാണ് മഹാദേവപുര എന്ന് പറയുന്ന ഒരു അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി. ആ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ 1,80,000 പേരെ അധികമായി തിരികെ കയറ്റി, അല്ലെങ്കിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർത്തു. അങ്ങനെ വോട്ടർ പട്ടികയെ അട്ടിമറിച്ചു എന്നാണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ മാസം വാർത്താ സമ്മേളനത്തിൽ ഉന്നയിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് വോട്ട് ചോരി അല്ലെങ്കിൽ വോട്ട് കൊള്ള എന്നൊരു വാക്ക് ഇന്ത്യൻ ജനാധിപത്യത്തിൽ കത്തിപ്പടർന്നത്. സ്വാഭാവികമായും അതിനെതിരായിട്ട് തന്നെയാണ് ഇലക്ഷൻ കമ്മീഷൻ അവരുടെ വിശദീകരണങ്ങളുമായി മാധ്യമങ്ങളൊക്കെ കണ്ടിരുന്നത്. ആ വാർത്താ സമ്മേളനത്തിന് 10 ദിവസങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യയിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ ജ്ഞാനേഷ് കുമാർ തന്നെയാണ് വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്ത് ഇന്ത്യയിലെ ജനങ്ങളോട് കാര്യങ്ങൾ വിശദീകരിക്കാൻ ശ്രമിച്ചത്. ആ വാർത്താ സമ്മേളനത്തിൽ ഇന്ത്യയിലെ വോട്ടർമാർക്കൊപ്പം ഞങ്ങൾ പാറ പോലെ ഉറച്ചു നിൽക്കും എന്നാണ് ജ്ഞാനേഷ് കുമാർ വ്യക്തമാക്കിയത്. ഒരു തരത്തിലുള്ള വീഴ്ചയും വരുത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അനുവദിക്കില്ല എന്നാണ് പറഞ്ഞത്. എന്ന്
ഈ വാക്കുകൾ അദ്ദേഹം ഗാനേഷ് കുമാർ പല തവണ ആണയിട്ട് ജനങ്ങളോട് പറയാൻ ശ്രമിച്ചു എന്ന് മാത്രമല്ല, നമ്മുടെ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചതിന് ജനങ്ങളോട് മാപ്പ് പറയണം എന്ന് പലതവണ പറയുകയും ചെയ്തു. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് തീർച്ചയായും രാഹുൽ ഗാന്ധി മാപ്പ് പറയണം എന്ന് തന്നെയാണ് ഗാനേഷ് കുമാർ വ്യക്തമാക്കിയത്. പക്ഷേ രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനത്തിൽ തെളിവുകൾ നിരത്തി ഉന്നയിച്ച ഒരൊറ്റ ആരോപണത്തിന് പോലും ഗാനേഷ് കുമാറിന് മറുപടി പറയാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ആ വാർത്താ സമ്മേളനത്തിന്റെ ഒരു ക്ലൈമാക്സ്. ഇപ്പോൾ ഏതൊരിടത്ത് ചെന്നാലും ഒരു പ്രധാനപ്പെട്ട ഒരു തെളിവാണ് ഈ CCTV ഫുട്ടേജ് എന്ന് പറയുന്നത്. പല കുറ്റകൃത്യങ്ങളെയും കണ്ടുപിടിക്കാനും അനലൈസ് ചെയ്യാനും കൃത്യമായി സാധിക്കുന്ന ഒരു കാര്യമാണ് CCTV ഫുട്ടേജിലൂടെ. ആ സാഹചര്യത്തിൽ നമ്മുടെ രാജ്യത്തെ വോട്ടർമാർ ഒരു ബൂത്തിലേക്ക് വന്ന് ക്യൂ നിന്ന് വോട്ട് രേഖപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ CCTV ഫുട്ടേജിൽ പകർത്തി കൃത്യമായി തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സൂക്ഷിച്ചിട്ടുണ്ട്. ആ സ്ഥിതിക്ക് അത് വളരെ പ്രധാനപ്പെട്ട ഒരു തെളിവുമാണ്. ആ CCTV ഫുട്ടേജുകൾ പുറത്തുവിടണം എന്ന് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടിരുന്നു. അതിനുള്ള മറുപടി ഗാനേഷ് കുമാർ അന്ന് പറഞ്ഞത് വളരെ വിചിത്രമായിട്ടാണ് മറുപടി പറഞ്ഞത്. ബൂത്തുകളിൽ വോട്ട് ചെയ്യാൻ വരുന്ന ക്യൂ നിൽക്കുന്ന നമ്മുടെ അമ്മമാരുടെ, നമ്മുടെ സഹോദരിമാരുടെ, നമ്മുടെ അനിയത്തിമാരുടെ, നമ്മുടെ മക്കളുടെ ഒക്കെ ചിത്രങ്ങൾ പുറത്തുവിടുന്നത് അത് അവരുടെ സ്വകാര്യതയെ ബാധിക്കും എന്നുള്ള ഒരു മുട്ടാ തർക്കമാണ്, ഒരു മുട്ടാപ്പോക്ക് ന്യായമാണ് ഗാനേഷ് കുമാർ പറഞ്ഞത്. നമുക്കറിയാം, ഇന്ത്യയിൽ പല മണ്ഡലങ്ങളിലും പല സ്ഥലങ്ങളിലും ഇവൻ ഒരു നാട്ടിൽ നടക്കുന്ന ചെറിയൊരു കോളേജ് ഇലക്ഷന് പോലും നമ്മുടെ അമ്മമാരും പെങ്ങന്മാരും, നമ്മുടെ പെങ്ങന്മാരും അതുപോലെ നമ്മുടെ മക്കളും എല്ലാം തന്നെ പോയി ലൈനിൽ ക്യൂ നിന്ന് വോട്ട് രേഖപ്പെടുത്തുന്നത് തത്സമയം ഈ രാജ്യത്തെ മാധ്യമങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഒന്നൊഴിയാതെ ആരെയും വിടുന്നില്ല. ഒരു ബൂത്തിൽ ചെല്ലുന്നവരുടെ കൃത്യമായ ഫുട്ടേജുകൾ നമ്മുടെ എല്ലാ ടിവികളിലും, നമ്മുടെ എല്ലാ മാധ്യമങ്ങളിലും ഓൺലൈനായി തത്സമയം പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണിത്. അങ്ങനെ ഒരു ഇവന്റാണ് വോട്ട് രേഖപ്പെടുത്തുന്നത്, ഇലക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ബൂത്തിന്റെ വാതിൽക്കലുകള് എല്ലായിടത്തും നമ്മുടെ അമ്മമാരോ പെങ്ങന്മാരോ മക്കളോ നമ്മളോ ഒക്കെ ഉണ്ടാവും. എല്ലാം തന്നെ തത്സമയം ടിവിയിൽ ചിത്രീകരിക്കുന്നതാണ് മാധ്യമങ്ങൾ. ആ സ്ഥിതിക്ക് നമ്മുടെ എല്ലാവരുടെയും ഫുട്ടേജുകൾ ടിവിയിൽ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നതാണ്. എല്ലാ ചാനലുകളും അതേസമയം പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്നേരം ആ സമയത്തൊന്നും വരാത്ത ഒരു സ്വകാര്യതയാണ് ഈ CCTV ഫുട്ടേജുകളിൽ വരുന്നത്. അങ്ങനെ അമ്മമാരുടെയും പെങ്ങന്മാരുടെയും ഒക്കെ CCTV ഫുട്ടേജിൽ സ്വകാര്യതയുണ്ടെങ്കിൽ അവരോട് ചോദിക്കാതെ അവിടെ CCTV വയ്ക്കാൻ ആർക്കാണ് അധികാരമുള്ളത്? അങ്ങനെയുള്ള ഈ CCTV ഫുട്ടേജുകൾ പുറത്തേക്ക് വിട്ടാൽ പൊതുജനങ്ങളുടെ, നമ്മുടെ അമ്മമാരുടെയും പെങ്ങന്മാരുടെയും സഹോദരിമാരുടെയും ഒക്കെ സ്വകാര്യതയെ ബാധിക്കും എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞ മുട്ടാത്തർക്കം. എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗാനേഷ് കുമാർ ആ വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചത്. നമുക്കറിയാം, ആ സ്ഥിതിക്ക് എന്തു തന്നെയായാലും അന്ന് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറയാനോ വ്യക്തമായ തെളിവുകൾ നൽകുവാനോ ഗാനേഷ് കുമാറിനോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനോ സാധിച്ചില്ല. അത് പഴയ കഥ. ഇന്നിപ്പോൾ കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ പുതിയൊരു ആരോപണവുമായി രാഹുൽ ഗാന്ധി എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആരോപണം എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കണം. വളരെ ചുരുക്കത്തിൽ പറയാം, സമയത്തിന്റെ കുറവ് കാരണം. ഇക്കുറിയും അദ്ദേഹം കർണാടകയിൽ നിന്ന് തന്നെയാണ്
ആരോപണ വിധേയമായ ഒരു വിഷയം ഉന്നയിച്ചിരിക്കുന്നത്. അത് അലന്ത് എന്ന് പറയുന്ന ഒരു മണ്ഡലത്തിൽ നിന്നാണ്. ആ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു വന്നിരിക്കുന്നത് BR പാട്ടീൽ എന്ന് പറയുന്ന ഒരു കോൺഗ്രസ് നേതാവ് തന്നെയാണ്, കോൺഗ്രസ് സ്ഥാനാർത്ഥി തന്നെയാണ്. പക്ഷേ രാഹുൽ ഗാന്ധി പറയുന്നു 6000-ൽ പരം വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ നിന്ന് അവിടെ ഡിലീറ്റ് ചെയ്തിരിക്കുന്നു എന്ന്. അതായത് വോട്ടർമാരുടെ പേര് ഡിലീറ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ഒരു ഗൗരവതരമായ ഒരു വിഷയം. നേരത്തെ കൂടുതൽ വോട്ടർമാരെ അനധികൃതമായി വോട്ടർ പട്ടികയിൽ ചേർത്തു എന്നുള്ള ഒരു ആരോപണമാണ് പറഞ്ഞിരുന്നതെങ്കിൽ ഇക്കുറി ഇപ്പോൾ പറയുന്നത് 6018ഓളം വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട് എന്നാണ്. എന്ന് മാത്രമല്ല, അവർ ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്ന് വരുന്ന വോട്ടർമാരാണ്, അവർ പിന്നോക്ക വിഭാഗത്തിൽ നിന്നും വരുന്ന വോട്ടർമാരാണ്. അത് മാത്രമല്ല, കോൺഗ്രസിന് കാലാകാലങ്ങളായി ബൂത്തുകളിൽ മുന്നേറ്റം നടത്താൻ കഴിവുള്ള വോട്ടർമാരെ തെരഞ്ഞുപിടിച്ചാണ്, മണ്ഡലങ്ങളിൽ തെരഞ്ഞുപിടിച്ചാണ് ഈ പേരുകൾ നീക്കം ചെയ്തിരിക്കുന്നത്. അങ്ങനെ 2018 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 8 ബൂത്തുകളിൽ ഇതുപോലെ പേരുകൾ നീക്കം ചെയ്തിട്ടുണ്ട് എന്നാണ് രാഹുൽ ഗാന്ധി ആരോപിക്കുന്നത്. ഈ കാലയളവിലെല്ലാം തന്നെ ഈ പറയപ്പെടുന്ന മണ്ഡലങ്ങളിൽ കോൺഗ്രസിന് വലിയൊരു മുന്നേറ്റം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ മണ്ഡലങ്ങളെ തെരഞ്ഞുപിടിച്ചാണ് വോട്ടുകൾ അവിടെ ഡിലീറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഒരു അന്വേഷണം വളരെ കൃത്യമായി 2 വർഷമായി തന്നെ കർണാടകയിൽ നടന്നുകൊണ്ടിരിക്കുകയാണെന്നും കൂടി രാഹുൽ ഗാന്ധി പറയുന്നുണ്ട്. ആ അന്വേഷണം നടത്തുന്നത് കർണാടകയിലെ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്, CID ആണ്. അപ്പോൾ എങ്ങനെയാണ് ഈ വിവരം പുറത്തേക്ക് വരുന്നതെന്നും കൂടി രാഹുൽ ഗാന്ധി നമ്മളോട് പറയുന്നുണ്ട്. അതായത് ഒരു BLO എന്ന് പറയുമ്പോൾ ബൂത്ത് ലെവൽ ഓഫീസർ ഒരു തട്ടിപ്പ് കണ്ടുപിടിക്കുന്നു. ഒരു വോട്ടറിന്റെ അമ്മാവന്റെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് ഡിലീറ്റ് ചെയ്തിട്ടിരിക്കുന്നു. അന്വേഷിക്കുമ്പോൾ അത് തൊട്ടടുത്തുള്ള അയൽവാസിയാണ് ഇത് ഡിലീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ BLO പോയിട്ട് ഈ അയൽവാസിയോട് ചോദിക്കുന്നു, നിങ്ങൾ എന്തിനാണ് വോട്ടർ പട്ടികയിൽ നിന്ന് എന്റെ അമ്മാവന്റെ പേര് ഡിലീറ്റ് ചെയ്തത് എന്ന്. മനസ്സിലാക്കണം, ഈ BLOയുടെ അമ്മാവന്റെ പേരാണ് ഈ പട്ടികയിൽ നിന്ന് ഡിലീറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പോയി ഈ അയൽവാസിയോട് ചോദിച്ചിരിക്കുന്നത്, എന്തിനാണ് ഇങ്ങനെ ഒരു പ്രവൃത്തി നിങ്ങൾ ചെയ്തത്. അപ്പോൾ അയാൾ പറയുന്നു, ഞാനിങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടേ ഇല്ല, എനിക്കിങ്ങനെ ഒരു കാര്യം ചെയ്യാനും അറിയില്ല, ഞാൻ ചെയ്തിട്ടുമില്ല എന്നാണ് ആണായിട്ട് പറയുന്നത്. അവിടെ നിന്നാണ് ഈ അന്വേഷണം ആരംഭിക്കുന്നത്. അങ്ങനെ ആരംഭിച്ച അന്വേഷണം ചെന്നെത്തി നിൽക്കുന്നത് 6018 പേരെ ഡിലീറ്റ് ചെയ്ത ഈ ഒരു സംഭവത്തിലേക്കാണ് എത്തി നിൽക്കുന്നത്. ഇതിൽ വളരെയധികം ഗൗരവമായ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഒരു ആളിന്റെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ വോട്ടർ പട്ടികയിലേക്ക് ലോഗിൻ ചെയ്ത് കയറണം. അങ്ങനെ ലോഗിൻ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ അവിടെ കൊടുക്കണം. അങ്ങനെ നിങ്ങൾ മൊബൈൽ നമ്പർ കൊടുത്ത് അവിടെ ലോഗിൻ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു OTP വരും. ആ OTP നമ്പർ വെച്ചുകൊണ്ടാണ് പിന്നെ ബാക്കി പ്രോസസ്സുകൾ ചെയ്യാനുള്ളത്. നമുക്കറിയാം, ഇപ്പോൾ ബാങ്കിങ് ഇടപാടുകളെല്ലാം നടത്തുമ്പോൾ GPayയും മറ്റുമൊക്കെ ഉപയോഗിക്കുമ്പോൾ ഒരു OTP വരാറുണ്ട്. ആ OTP ഉപയോഗിച്ചുകൊണ്ടാണ് ബാക്കിയുള്ള പ്രോസസ്സുകളെല്ലാം നമ്മൾ നടത്തുന്നത്. കൃത്യമായി എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണത്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഇതിൽ വരുന്ന പ്രശ്നം എന്തെന്ന് വെച്ചാൽ, ഇതിൽ കൊടുത്തിരിക്കുന്ന ഈ മൊബൈൽ നമ്പറുകളെല്ലാം തന്നെ കർണാടകത്തിൽ നിന്നുള്ള മൊബൈൽ നമ്പറുകൾ അല്ല എന്നുള്ളതാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ കേരളത്തിന് പുറത്ത് താമസിക്കുകയാണ്, ബാംഗ്ലൂർ താമസിക്കുകയാണ്. അപ്പോൾ ബാംഗ്ലൂർ താമസിച്ചുകൊണ്ടിരിക്കുന്ന എനിക്ക് കേരളത്തിൽ നിന്ന് എൻ്റെ വോട്ടർ പട്ടികയിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ നമുക്ക് അവിടെ നിന്നും കേരളത്തിലേക്ക് കൊടുക്കാവുന്നതേ ഉള്ളൂ. ആ സ്ഥിതിക്ക് നമുക്ക് ബാംഗ്ലൂരിൽ എനിക്ക് വോട്ടുണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ആ സ്ഥിതിക്ക് എനിക്ക് കേരളത്തിൽ വന്ന് വോട്ട് ചെയ്യാൻ പിന്നീട് കഴിയില്ല. ബാംഗ്ലൂരിലായിരിക്കും പിന്നീട് എനിക്ക് നിലവിൽ വോട്ടുള്ളത്. അങ്ങനെയാണ് നമ്മുടെ കേരളത്തിലും സുരേഷ് ഗോപിയുടെ വിഷയത്തിലും സംഭവിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് പോയി തൃശ്ശൂർ പോയി വോട്ടർ ലിസ്റ്റിൽ പേര് ചേർക്കുകയും ഇവിടെ ഒന്ന് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞതുപോലെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിൽ നമ്മുടെ ഈ ചെയ്തിരിക്കുന്ന ആളിന്റെ
ടെലിഫോൺ നമ്പർ, OTP വന്നിരിക്കുന്ന സമയം, അതിന്റെ IP അഡ്രസ്, ലോഗിൻ ചെയ്തിരിക്കുന്ന വിവരങ്ങൾ, OTP ജനറേറ്റ് ചെയ്തിരിക്കുന്നത് എവിടെ നിന്നാണ് തുടങ്ങിയിട്ടുള്ള എല്ലാ വിവരങ്ങളും ഇലക്ഷൻ കമ്മീഷന്റെ കയ്യിൽ തീർച്ചയായും ഉണ്ടാവും. ആ സ്ഥിതിക്ക് ആരെങ്കിലും ഒരു ആരോപണം ഉന്നയിച്ചാൽ ഇലക്ഷൻ കമ്മീഷന് ഈ കാര്യങ്ങളൊക്കെ ഹാജരാക്കാവുന്നതേ ഉള്ളൂ. 2023 അങ്ങനെ കർണാടകയിലെ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം തന്നെ രൂപീകരിച്ച് CID അന്വേഷണം ആരംഭിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷന് അയച്ചത് കഴിഞ്ഞ 2 വർഷം കൊണ്ട് 18 കത്തുകളാണ് അയച്ചിട്ടുള്ളത് എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. അവസാനത്തെ കത്ത് അയച്ചിരിക്കുന്നത് 2024 സെപ്റ്റംബറിലാണ്. ഈ രാഹുൽ ഗാന്ധി കൊടുത്ത ഈ 18 കത്തുകൾക്കും വ്യക്തമായ ഒരു മറുപടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ നൽകിയിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. ഈ പറയുന്ന മൊബൈൽ നമ്പർ ആരുടെയാണെന്ന് വെളിപ്പെടുത്തിയിട്ടില്ല. ഈ OTP വന്ന സ്ഥലം വെളിപ്പെടുത്തിയിട്ടില്ല. OTP ജനറേറ്റ് ചെയ്തത് എവിടെ നിന്നാണെന്ന് വെളിപ്പെടുത്തിയിട്ടില്ല. എവിടെ നിന്നാണ് ഇത് ഡിലീറ്റ് ചെയ്തതെന്ന് വെളിപ്പെടുത്തിയിട്ടില്ല. ഇതിന്റെ ഒന്നും മറുപടി കൊടുത്തിട്ടില്ല. അങ്ങനെ ഈ അന്വേഷണം വഴിമുട്ടി നിൽക്കുകയാണ്. അന്വേഷണ കമ്മീഷന് മുന്നോട്ട് പോകാൻ നിവൃത്തിയില്ലാതെ അവിടെ ഹോസ് അടിച്ചു നിൽക്കുകയാണ്. അങ്ങനെ ഒരു സാഹചര്യം എന്തിനാണ് ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടാക്കിയെടുത്തതെന്ന് ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് അന്വേഷണ ഏജൻസികൾ അയച്ച കത്തിന് ഒന്നും മറുപടി കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. കൃത്യമായും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കയ്യിൽ ഈ മൊബൈൽ നമ്പറുകളും ഈ മൊബൈൽ നമ്പറിന്റെ ഉടമസ്ഥന്റെ വിവരങ്ങളും അതെവിടെ നിന്ന് ഉപയോഗിച്ചിരിക്കുന്നു, എവിടെ ഉപയോഗിക്കുന്നു എന്നുള്ള വിവരങ്ങളും എല്ലാം അവരുടെ കയ്യിൽ പക്കലുണ്ട്. അപ്പോൾ അത് കൃത്യമായും CIDക്ക് അന്വേഷണ സമയത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അവരത് അന്വേഷിച്ച് ആ കേസ് എങ്ങനെയാണ് സംഭവിച്ചതെന്ന് കണ്ടുപിടിച്ച് അത് ക്ലോസ് ചെയ്യുകയും ചെയ്യും. അതിൽ എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ വീഴ്ചകൾ വരുത്തിയവരെയോ അല്ലെങ്കിൽ വീഴ്ചകൾ ചെയ്തവരെയോ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരികയും ചെയ്യും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു നടപടികളും ഇവിടെ സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. അതുകൊണ്ട് കർണാടകത്തിൽ 6018 പേരെ ഒരു മണ്ഡലത്തിൽ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വിവിധ സംസ്ഥാനങ്ങളിൽ ഇതുപോലുള്ള കാര്യങ്ങൾ തീർച്ചയായും സംഭവിക്കാം. ഇതൊരു സെൻട്രലൈസ്ഡ് അഴിമതിയാണ് എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത്. ഇത് ഏതാനും വ്യക്തികൾ ചേർന്ന് മാത്രം നടത്തുന്ന ഒരു പരിപാടിയല്ല. കേന്ദ്രീകൃതമായ ഒരു സിസ്റ്റത്തിലൂടെ ജനറേറ്റ് ചെയ്യുന്ന രീതിയിൽ നടന്നു വരുന്ന വളരെ ആസൂത്രിതപരമായിട്ടുള്ള ഒരു അഴിമതിയായിട്ടാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. അപ്പോൾ ഈ വിഷയങ്ങളിൽ രാഹുൽ ഗാന്ധി നമ്മുടെ ഇന്ത്യയുടെ ഒപ്പോസിഷൻ ലീഡർ ആയ രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരിക്കുന്ന കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കൃത്യമായി പറയുന്നത് ഡയറക്റ്റായി തന്നെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തലപ്പത്തിരിക്കുന്ന ജ്ഞാനേഷ് കുമാറിനെതിരെ വിരൽ ചൂണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ആ സ്ഥിതിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേര് ഈ വാർത്താ സമ്മേളനത്തിൽ എങ്ങും പറഞ്ഞിട്ടില്ല. രാഹുൽ ഗാന്ധി ആഭ്യന്തരമന്ത്രിയായ അമിത്ഷായെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. BJP എന്ന പാർട്ടിയെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. എന്നാൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും അതിന് ആഭിമുഖ്യം കൊടുക്കുന്ന, അതിന് നേതൃത്വം കൊടുക്കുന്നതായ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ ജ്ഞാനേഷ് കുമാറിനെ കുറിച്ചാണ് പറഞ്ഞത്. അങ്ങനെ ജ്ഞാനേഷ് കുമാറിനെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടാണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം നടത്തിയിരിക്കുന്നത്. ഇതൊരു ചെറിയ കാര്യമല്ല, ഓർക്കണം എല്ലാവരും. ആരെയാണ് പ്രതിക്കൂട്ടിൽ നിർത്തിയിരിക്കുന്നതെന്ന്. ഇന്ത്യയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിലെ ഏറ്റവും വലിയ ഒരു ജനാധിപത്യ പ്രക്രിയ എന്ന് പറയുന്നതാണ് തെരഞ്ഞെടുപ്പ് തന്നെയാണ്. മറ്റെന്തെങ്കിലും ഉണ്ടോ? 100 കോടിയിൽ പരം ജനങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ഈ പ്രക്രിയയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. അതത്ര നിസ്സാരമല്ല. അതുമാത്രമല്ല, ലോകത്തെവിടെയും തന്നെ ഇത്രയധികം ആളുകൾ പങ്കെടുക്കുന്ന ഒരു സുതാര്യമായ ഒരു തെരഞ്ഞെടുപ്പ് ലോകത്തിൽ എവിടെയും നടക്കുന്നില്ല എന്നുള്ളതാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ജനസംഖ്യ തന്നെയായിരിക്കാം. 140 കോടിയിൽ പരം ആളുകൾ അധിവസിക്കുന്ന ഭൂമിയാണ് ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം. ആ സ്ഥിതിക്ക് ഇത്ര ശക്തമായ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് നാളിതുവരെയായും യാതൊരു
പ്രതിപക്ഷ കക്ഷികളോ പ്രതിപക്ഷ നേതാക്കന്മാരോ അല്ലെങ്കിൽ ഭരണപക്ഷ നേതാക്കന്മാരോ ഒരു തരത്തിലുള്ള ആരോപണങ്ങളും ഉന്നയിച്ചിട്ടില്ല. നമുക്കറിയാം, ആദ്യത്തെ തെരഞ്ഞെടുപ്പ് ഇന്ത്യയിൽ നടക്കുന്നത് 1952 വിവരം. ആ സ്ഥിതിക്ക് ഏതാണ്ട് 73 വർഷത്തോളമായി നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെ ഈ ജനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ 7 പതിറ്റാണ്ട് കാലത്തോളം കൊണ്ട് നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. 1975 അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം 77 പൊതു തെരഞ്ഞെടുപ്പ് നടന്നു. അധികാരത്തിൽ അന്ന് ഇന്ദിരാഗാന്ധിയാണ്. അങ്ങനെ ആ അടിയന്തരാവസ്ഥ കഴിഞ്ഞതിന് ശേഷം നടന്ന ഒരു തെരഞ്ഞെടുപ്പിൽ പോലും ഇത്തരത്തിലുള്ള ഒരു വിമർശനങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഉണ്ടായിട്ടില്ല. അങ്ങനെ നോക്കുമ്പോൾ അതിശക്തമായ ഒരു വിമർശനമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഇപ്പോൾ രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഈ അടിക്കടി നടന്നുകൊണ്ടിരിക്കുന്ന ഈ സർവേകൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത് നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക് ഓരോ ദിവസവും ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ അവിശ്വാസ്യത ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, സ്വതന്ത്ര ഇന്ത്യയുടെ ഇതുവരെയുള്ള കാലയളവിൽ ഒരു പ്രതിപക്ഷ നേതാവും തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഇതുപോലെ ഒരു വാർത്താ സമ്മേളനം നടത്തിയിട്ടില്ല, ഒരു ആരോപണങ്ങളും ഉന്നയിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ ജനാധിപത്യത്തിന്റെ കശാപ്പുകാരൻ എന്ന് വിളിച്ചിട്ടില്ല. ഓർക്കണം, ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു ആരെയാണ് രാഹുൽ ഗാന്ധി ജനാധിപത്യത്തിന്റെ കശാപ്പുകാരൻ എന്ന് വിളിച്ചതെന്ന്. ഇപ്പോൾ മനസ്സിലായി കാണും എല്ലാവർക്കും ജനാധിപത്യത്തിന്റെ കശാപ്പുകാരൻ ആരെയാണ് രാഹുൽ ഗാന്ധി പറഞ്ഞതെന്ന്. എന്നാൽ ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധി വിളിച്ചിരിക്കുന്നത് ജ്ഞാനേഷ് കുമാറിനെ വിളിച്ചിരിക്കുന്നത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ ജ്ഞാനേഷ് കുമാറിനെ വിളിച്ചിരിക്കുന്നത് ജനാധിപത്യത്തിന്റെ കശാപ്പുകാരനും ജനാധിപത്യത്തെ ഒറ്റുകൊടുക്കുന്നവനും ജനാധിപത്യത്തെ ഒറ്റുകൊടുക്കുകയാണ് എന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് വന്ന് ഇത്തരത്തിലുള്ള ഒരു ആരോപണങ്ങൾ ഇതുവരേക്കും ഉന്നയിച്ചിട്ടില്ലാത്ത ഒരു സ്ഥിതിക്ക് ഇപ്പോൾ വന്ന ആരോപണങ്ങൾ വാർത്താ സമ്മേളനം നടത്തി ഉന്നയിക്കുക എന്ന് പറയുമ്പോൾ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് ഒരു തീരെ താണ സ്ഥാനമല്ല. അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ആളാണ്. നാളെ ഒരു കാലത്ത് രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുമെന്ന് പ്രതീക്ഷിക്കുന്ന ആളാണ്. മാത്രമല്ല, നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായി നിലകൊള്ളുന്ന ഒരാൾ കൂടിയാണ് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ നിന്നുകൊണ്ട് പാർലമെന്ററി ജനാധിപത്യത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഒരാളാണ് രാഹുൽ ഗാന്ധി. അപ്പോൾ അങ്ങനെ ഒരു പാർട്ടിയും പാർട്ടിയുടെ നേതാവും തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ വെല്ലുവിളിക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ അങ്ങനെ വെല്ലുവിളിക്കാൻ കഴിയില്ല. രാഹുൽ ഗാന്ധിയുടെ സ്വന്തം നിലനിൽപ്പ് എന്ന് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണത്. ആ അർത്ഥത്തിൽ രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന പരാമർശങ്ങളിൽ പൂർണ്ണമായ ഉത്തരവാദിത്വം രാഹുൽ ഗാന്ധിക്കുണ്ട്. അത് തെളിയിക്കാനുള്ള ബാധ്യത രാഹുൽ ഗാന്ധിക്കുണ്ട്. കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനത്തിൽ നിരന്തരമായി അദ്ദേഹം പറഞ്ഞത്, എനിക്ക് വ്യക്തമല്ലാത്ത ഒരു കാര്യവും ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്ന് പറയില്ല എന്നാണ് പല പ്രാവശ്യം രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനത്തിൽ ജനങ്ങളോട് പറഞ്ഞത്. എനിക്ക് 100% ഉറപ്പില്ലാത്ത ഒരു കാര്യവും ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്ന് പറയില്ല എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ രാജ്യത്ത് ഒരു ഹൈഡ്രജൻ ബോംബ് പൊട്ടാനിരിക്കുകയാണ് എന്നാണ് പറഞ്ഞത്. ഹൈഡ്രജൻ ബോംബ് വന്നു കഴിഞ്ഞാൽ, പൊട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും ആ സ്ഥാനത്ത് നിലകൊള്ളില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. മോദി പോലും രാജ്യത്ത് തല ഉയർത്തി നടക്കാൻ ഉള്ള സാഹചര്യം ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. ആ അർത്ഥത്തിൽ മണിയറയിൽ തയ്യാറാകുന്നത് ഒരു ഹൈഡ്രജൻ ബോംബ് തന്നെ ആയിരിക്കുമോ എന്ന് നമുക്ക് പിന്നീട് മനസ്സിലാക്കാം. അടുത്ത വാർത്താ സമ്മേളനം വരട്ടെ, നമുക്ക് കാത്തിരിക്കാം. എന്നാൽ അതും തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായിരിക്കും എന്നുള്ളതിൽ യാതൊരു തർക്കവും വേണ്ട. പക്ഷെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് മാധ്യമങ്ങളോടല്ല, ഈ രാജ്യത്തെ ജനങ്ങളോടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഉള്ള ഉത്തരവാദിത്വം. ജനങ്ങളുടെ പൗരാവകാശമായ വോട്ട് രേഖപ്പെടുത്തുന്നതിലാണ് കൃത്യത പാലിക്കേണ്ടത്. ഈ ജനാധിപത്യ പ്രക്രിയയിലൂടെ ഒരാൾ വോട്ട് ചെയ്യുന്നത് ഒരു മണിക്കൂറുകളോളം ക്യൂ നിന്ന്, ഓരോ വ്യക്തിയും ബൂത്തിന്റെ മുന്നിൽ പോയി നിന്ന് ക്യൂ നിന്ന് വോട്ട് ചെയ്യുന്നത് ഒരു സുതാര്യമായ ഒരു ജനാധിപത്യ പ്രക്രിയയ്ക്ക് വേണ്ടിയാണ്.
അത് സുതാര്യമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി തന്നെയാണ് ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. അത് തന്നെയാണ് രാഹുൽ ഗാന്ധി നമ്മളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതും. ആ അർത്ഥത്തിൽ രാജീവ് ഗാന്ധി ഉന്നയിക്കുന്ന ആരോപണങ്ങൾ തെറ്റാണെന്ന് തെളിയിക്കാനുള്ള ഉത്തരവാദിത്വം തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൃത്യമായിട്ടുമുണ്ട്. രാഹുൽ ഗാന്ധി പറയുന്ന കാര്യങ്ങൾ ശരിയല്ല, തെറ്റാണ് എന്ന് തെളിയിക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായും രാഹുൽ ഗാന്ധി നമ്മുടെ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് തന്നെ ശിക്ഷിക്കപ്പെടേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. രാഹുൽ ഗാന്ധി പറയുന്ന ആരോപണങ്ങൾ തെറ്റാണെന്ന് തെളിയിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനുള്ള ഉത്തരവാദിത്തം തെരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട്. കാരണം രാജ്യത്തെ 100 കോടിയിൽ പരം ജനങ്ങളാണ് വെയിലും മഴയും ഒക്കെ കൊണ്ട് രാജ്യത്തെ വോട്ടിംഗ് ബൂത്തുകളുടെ മുന്നിൽ പോയി നിന്ന് പകലന്തിയോളം ക്യൂ നിന്ന് വോട്ട് രേഖപ്പെടുത്തിയിട്ടാണ് ഈ പറയപ്പെടുന്ന സർക്കാരുകളെ ജനാധിപത്യ പ്രക്രിയയിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്നത്. ആ തെരഞ്ഞെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യതയാണ് ചോദ്യം ചെയ്യുക എന്ന് പറയുമ്പോൾ അടിസ്ഥാനരഹിതമാണ് ആ ചോദ്യം ചെയ്യില്ലെങ്കിൽ ജനാധിപത്യ പ്രക്രിയയെ തന്നെ അട്ടിമറിക്കപ്പെടുന്ന രീതിയിലുള്ള ആരോപണങ്ങളെ ആണ് രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നതെങ്കിൽ, അങ്ങനെ ഒരു കാര്യത്തിലാണ് രാഹുൽ ഗാന്ധി ഏർപ്പെട്ടിരിക്കുന്നതെങ്കിൽ തീർച്ചയായും രാജീവ് ഗാന്ധി നിയമ നടപടികൾ നേരിടേണ്ടി വരണം, ശിക്ഷിക്കപ്പെടണം. ഈ കാര്യത്തിൽ നമ്മുടെ രാജ്യത്തെ ഒരു ജനങ്ങൾക്കും ആർക്കും യാതൊരു സംശയവുമില്ല. അപ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യ പ്രക്രിയയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ജ്ഞാനേഷ് കുമാറിനെയാണ് ഇപ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യ പ്രക്രിയയുടെ കശാപ്പുകാരൻ എന്ന് രാഹുൽ ഗാന്ധി വിശേഷിപ്പിച്ചത് എന്ന് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നമസ്കാരം.